തടി ഇവിടെയാണ്, മനസ്സവിടെയാണ്. ഇവിടെ ഒരു പുതിയ രാഷ്ട്രീയം നമ്മൾ കാണുകയാണ് ഇപ്പോൾ, ഈ മറ്റത്തൂർ പ്രതിഭാസം. മറ്റത്തൂരിനെ പറ്റി എന്നും വായിക്കുകയാണ്. ഒരു പഞ്ചായത്തിലെ കാര്യമാണത്. ഒരു പഞ്ചായത്തിൽ ജയിച്ചു വന്ന എല്ലാ കോൺഗ്രസ് നേതാക്കന്മാരും കോൺഗ്രസ് മെമ്പർമാരും BJP ആവുകയാണ്. ആയെന്നും പറയുന്നു, ഇല്ലയെന്നും പറയുന്നു, അങ്ങനെ ആയെന്നും ഇല്ലയെന്നും പറയുന്ന ഒരു ചർച്ച നടക്കുകയാണ് ഇപ്പോൾ. ശരിക്കും പറഞ്ഞാൽ കോൺഗ്രസിൻ്റെ അവസ്ഥയാണ് കാണിക്കുന്നത്. കോൺഗ്രസ്സിന് BJPയുടെ രാഷ്ട്രീയവുമായുള്ള ബന്ധത്തിൻ്റെ യാഥാർത്ഥ്യമാണ് കാണിക്കുന്നത്. ഇല്ലെന്നും പറയാം, ഉണ്ടെന്നും പറയാം. ഉണ്ടെന്ന് പറയേണ്ടവർക്ക് അങ്ങനെയും ആകാം, ഇല്ലെന്ന് പറയേണ്ടവർക്ക് ഇല്ലെന്നും ആകാം. പക്ഷേ കോൺഗ്രസ്സായിട്ട് ജയിച്ചവരൊക്കെ ഇന്ന് BJPക്കാരാണ്. കോൺഗ്രസ് പാർട്ടി പറയുന്നത് രാജിവെക്കാൻ, അവർ പറയുന്നത് രാജിവെക്കില്ല. അവരെപ്പോഴും അവർ പറയുന്നത് കോൺഗ്രസ് ആണെന്ന്. അവരുമായി ദൂത് പറയാൻ പലരെയും കോൺഗ്രസ് പാർട്ടി പറഞ്ഞു ജയിക്കുന്നു. ഇതെല്ലാം നമ്മളൊന്നും വായിക്കുന്ന കാഴ്ചയാണ്. ഈ സ്ഥിതി ഞങ്ങളെ തെല്ലും അത്ഭുതപ്പെടുത്തുന്നില്ല. കോൺഗ്രസിൻ്റെ സ്ഥിതി ഇത് തന്നെയായിരിക്കും. നമുക്കെല്ലാവർക്കും അറിയാമല്ലോ, കോൺഗ്രസിൻ്റെ വലിയ കമ്മിറ്റിയാണ് വർക്കിംഗ് കമ്മിറ്റി. കോൺഗ്രസ് പാർട്ടിയെ നയിക്കുന്ന ഇന്ത്യയിലെ ഏറ്റവും വലിയ കമ്മിറ്റിയാണ് വർക്കിംഗ് കമ്മിറ്റി. ആ വർക്കിംഗ് കമ്മിറ്റിയിലെ ഏറ്റവും ചുരുങ്ങിയത് 3 മെമ്പർമാർ മനസ്സുകൊണ്ട് BJPക്കാരാണ്. തടി ഇവിടെയാണ്, മനസ്സവിടെയാണ്. അതാണ് പുതിയ കോൺഗ്രസ്. മനമെങ്ങും തനു അങ്ങും എന്ന പണ്ടാരോ പറഞ്ഞ പോലെയാണ്. മനം ഇങ്ങ് കോൺഗ്രസിൽ, തനു അങ്ങ് BJPയിൽ. അത്തരക്കാർ 3 പേരുണ്ട് ഇപ്പോഴത്തെ കോൺഗ്രസിൽ. ഒന്ന് ഇവിടുത്തെ MP ശശി തരൂർ ജി, 2 ദിഗ്വിജയ് സിംഗ് ജി, 3 സൽമാൻ ഖുർഷിദ് ജി. പുറത്ത് മുഖം കാണിച്ചിട്ടുള്ള 3 BJP അനുകൂലികളുടെ പേരാണ് ഞാൻ പറഞ്ഞത്. ആഴത്തിലേക്ക് നോക്കിയാൽ ഇനിയും കണ്ടേക്കാം. അവർക്കെല്ലാം ദേശീയ വർക്കിംഗ് കമ്മിറ്റിയിൽ മാന്യമായ സ്ഥാനം കൊടുത്ത് ആദരിക്കുന്ന കോൺഗ്രസ് പാർട്ടി ഉത്തരം പറയേണ്ടത് മറ്റത്തൂരിലെ പഞ്ചായത്ത് മെമ്പർമാർ ഇങ്ങനെ ചെയ്യുന്ന കാര്യം എന്താണെന്നാണ്. ആരാ അവർക്ക് വഴി കാണിച്ചത്? ആ ഉത്തരം കാണും കേരളത്തിന്. ആ ഉത്തരവൊന്നും പറയാനാകാത്ത കേരളത്തിലെ കോൺഗ്രസ്സുകാർ LDFിൻ്റെ മേൽ അകാരണമായി കുതിര കയറുകയാണ്. ചർച്ചകൾ ഞങ്ങൾ പറഞ്ഞ കാര്യം എല്ലാവർക്കും അറിയാം. ഞാൻ വീണ്ടും ആവർത്തിക്കുന്നു. ഞങ്ങൾ അന്വേഷിക്കേണ്ട പ്രധാനപ്പെട്ട വിഷയങ്ങളുണ്ട്. LDFായും ഓരോ പാർട്ടികളായും ഇത്രയുമേറെ ജനോപകാരപ്രദമായ കാര്യങ്ങൾ ചെയ്തൊരു ഗവൺമെൻറ്, ആദ്യന്തം ജനങ്ങൾക്ക് വേണ്ടിയുള്ള കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി വാശി കാണിച്ച ഗവൺമെൻറ്, കേന്ദ്രം അടിച്ചേൽപ്പിച്ച എല്ലാ ഉപരോധങ്ങളെയും മറികടന്നുകൊണ്ട് സംസ്ഥാനത്തിൻ്റെ പുരോഗതിക്ക് വേണ്ടി ഇത്രയുമേറെ അധ്വാനിച്ച ഗവൺമെൻറ്, നമ്മുടെ വികസന യാത്രയിൽ ഏറ്റവും നിർണായകമായ ഇൻഫ്രാസ്ട്രക്ചർ, അടിസ്ഥാന മേഖലകളിൽ ഇത്രയും വലിയ മാറ്റമുണ്ടാക്കിയ ഗവൺമെൻറ്, സമൂഹത്തിലെ പാവങ്ങൾക്ക് വേണ്ടിയുള്ള കരുതലിൻ്റെ ഭാഗമായിട്ട് ഒരുപാട് കാര്യങ്ങൾ ചെയ്ത ഗവൺമെൻറ്, ഏറ്റവും ഒടുവിൽ ഇവിടെ നിന്ന് എക്സ്ട്രീം പോവർട്ടി, അതിദാരിദ്ര്യം തുടച്ചു മാറ്റിയ ഗവൺമെൻറ്, അതെല്ലാമാണ് LDF ഗവൺമെൻറ്.